എക്സ്ക്യൂസ് മീ, യു ആർ 110. ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? ശ്രീമതി ശോഭാ സുരേന്ദ്രൻ INSPയുടെ മണ്ഡലം പ്രസിഡന്റ് KG പൊതുവാൾ വന്നിട്ടുണ്ട്. ആരാണാവോ അത്? ഞാനാണാവോ അത്? പ്രധാനമന്ത്രിക്ക് ഇനിയിപ്പോ കേരള നിയമസഭ ഒരു പ്രമേയം പാസാക്കിയാൽ ഞങ്ങൾ നോക്കാം എന്നെങ്കിലും പറയാൻ കഴിയുമോ? അതിന് പറയാൻ ഉതകുന്ന ഒരു സാഹചര്യം എന്തായാലും പത്തനംതിട്ടയിലെ BJP പ്രവർത്തകർ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം പ്രധാനമന്ത്രിയോട് ചോദിക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞു കൊടുക്കണേ. അത് അഭിലാഷിന് മനസ്സിലാവില്ല. കാരണം എന്താ ഇത്ര ഗൗരവത്തില്? അഭിലാഷ് ഒരു അവതാരകൻ എന്നുള്ള രീതിയിൽ നിന്ന് അപ്പുറത്തായിക്കൊണ്ട് എങ്ങനെയെങ്കിലും BJPയെ കൈകാര്യം ചെയ്ത് കളയാമെന്നുള്ള രീതി കൂടി മനസ്സിലാകത്തുള്ളത് കൊണ്ട് അത് ഞാൻ പറയുന്നതല്ല, അത് അത് പ്രേക്ഷകർക്കും മനസ്സിലാകും. ആ ഒരു ചിന്തയും ആ ഒരു താല്പര്യവും ഉള്ളത് കൊണ്ട്. അല്ല, ആയിക്കോട്ടെ, ഇനിയിപ്പോ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷെ ചോദ്യത്തിനൊരു ഉത്തരം വിശ്വാസികൾക്ക് മനസ്സിലായിട്ടുണ്ട്. കേരളത്തിൽ ഒരു നിയമസഭയുണ്ട്. ആ നിയമസഭയ്ക്കകത്ത് ഒരു പ്രമേയം പാസാക്കിക്കൊണ്ട് ഈ കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് അങ്ങ് തന്നെയാണ് പറഞ്ഞത്. അല്ല, എനിക്കിനി എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്ന് തന്നെ വെച്ചോ. പക്ഷേ എന്റെ ചോദ്യം വളരെ ലളിതമാണ്. പത്തനംതിട്ടയിലെ ഒരു BJP പ്രവർത്തകൻ ഇപ്പോ നിങ്ങൾ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഇല്ലാത്തടത്തോളം കാലം ഈ ചോദ്യത്തിന് പോലും പ്രസക്തി. അല്ല, പത്തനംതിട്ടയിലെ ഒരു BJP പ്രവർത്തകന് പോലും പ്രധാനമന്ത്രിയോട് ശരി സാർ, ഞങ്ങളുടെ ശബരിമലയിൽ ഇങ്ങനെ ഞങ്ങൾക്കൊരു വിശ്വാസത്തിന്റെ പ്രശ്നമുണ്ട്, ഞങ്ങൾ എന്താണ് ചെയ്യുക എന്നൊരു ചോദ്യം പോലും ഉണ്ടായില്ല എന്നുള്ളത് അത്ഭുതകരമാണ്. എന്റെ നിലപാട് എന്തോ ആയിക്കോട്ടെ. BJPയുടെ പ്രവർത്തകർക്ക് അത്യാവശ്യം തലയ്ക്കകത്ത് ആൾതാമസമുള്ളവരാണ്. അവർക്കറിയാം കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്ന കേരളത്തിന്റെ കൺകറന്റ് ലിസ്റ്റിൽ ഒരു ലിസ്റ്റ് ഇല്ല. എങ്ങനെയാണ് ചോദ്യം ചോദിക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുണ്ട്. നിങ്ങളുടെ ഈ ചർച്ച കേട്ടാൽ കേരളത്തിലെ ജനം, പ്രബുദ്ധരായ ജനമുണ്ടല്ലോ ഷാനി, ഇത് ചെറിയ കളിയല്ല. എനിക്ക് മനസ്സിലായി. അയ്യപ്പന്റെ കഴിഞ്ഞ തുലാമാസം മുൻപ് മുതൽ ആരാണ് ഈ ആചാരത്തെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊള്ളുന്നത്? ആരൊക്കെയാണ് ജയിലിൽ പോയത്? ആരൊക്കെയാണ് കേസുകളിൽപ്പെട്ടത്? എത്ര കേസുകൾ ഓരോ പ്രവർത്തകർക്കും? ഉണ്ണിക്ക് ലേശം സുഖമില്ലായ്മ ഉണ്ട്. ശോഭാ സുരേന്ദ്രൻ, ഈ കേരള പോലീസ് എടുത്തിട്ടുണ്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, എന്താണ് ഈ കൺകറന്റ് ലിസ്റ്റ്? അത് താങ്കൾക്ക് അതിനെക്കുറിച്ച് വിവരമില്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ചോദിച്ചു നോക്കിയാൽ മതി, ഉത്തരം കിട്ടും. അതല്ലാതെ നിങ്ങൾ എത്ര നേരമായിട്ട് പറയുന്നു ഈ ലിസ്റ്റ്? എനിക്കറിയില്ല, പറഞ്ഞ എനിക്കറിയില്ല, പറഞ്ഞ എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? കൺകറന്റ് ലിസ്റ്റ് അറിയാത്ത ഒരാളാണ് താങ്കളെങ്കിൽ പൊതുസമൂഹത്തോട് താങ്കൾ മാപ്പ് ചോദിക്കണം. അല്ലല്ല, നിങ്ങൾക്കറിയാമോ? കിട്ടുമെന്നുള്ള പ്രതീക്ഷ വേണ്ട. അല്ല, നിങ്ങൾ ഇവിടെ ആചാരമായപ്പോ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് ഇത് അറിയില്ലാന്ന്. അതുകൊണ്ടാ ചോദിച്ചത്. അല്ല, നിങ്ങളാണല്ലോ ഇത് പറഞ്ഞ ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന്. ഒന്ന് പഠിപ്പിച്ച എന്താ ഈ കൺകറന്റ് ലിസ്റ്റ്? അതല്ല ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ സംസാരിച്ചപ്പോ എനിക്ക് ഉറച്ച ബോധ്യമുണ്ട് നിങ്ങൾക്ക് ഇത് അറിഞ്ഞുകൂടാണ്. അത് പരീക്ഷിക്കാൻ ചോദിച്ചതാ. കാരണം ഒരു അവതാരകന്റെ റോൾ ഏറ്റെടുക്കാൻ റഹീമിന് ജനാധിപത്യപരമായ ചർച്ചയല്ലേ? അതുകൊണ്ട് ചോദിക്കണ്ടായോ? അങ്ങനെയില്ല. ഞാൻ പ്രേക്ഷകരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ എന്റെ ചർച്ചയിൽ നിന്ന് ഞാൻ പിൻവാങ്ങിയാണ്. വളരെ നന്ദി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇത് ആദ്യ.